ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പാവകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാടി എന്ന പെൺകുട്ടിയെയാണ് കാണിക്കുന്നത്. സ്മാർട്ട് ഫോൺ വഴി നിയന്ത്രിക്കാവുന്ന സംസാരിക്കുന്ന ഒരു പാവയെ രക്ഷിതാക്കൾ അവൾക്ക് സമ്മാനിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് കാടി മുഴുവൻ സമയവും ആ പാവയോടൊപ്പം തന്നെയായിരുന്നു. അങ്ങനെ ഒരു നാൾ കാടിയെയും കൂട്ടി അവളുടെ മാതാപിതാക്കൾ സ്കേറ്റിങ്ങിനായി പോവുകയാണ്. അന്ന് കടുത്ത മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നതിനാൽ അവരുടെ വാഹനം തെന്നി നീങ്ങാനിടയായി. അതോടെ കാടിയുടെ രക്ഷിതാക്കൾ വാഹനം റോഡിൽ നിർത്തിയിട്ടു. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് മഞ്ഞിൽ കാഴ്ച മറിഞ്ഞ് ഒരു ട്രക്ക് അവരുടെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഇടിയുടെ ആഘാതത്തിൽ കാടിയുടെ രക്ഷിതാക്കൾ ദാരുണമായി കൊല്ലപ്പെടുകയും കാടി പരിക്കുകളോടെ ആശുപത്രിയിലാവുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് ഒരു ഹൈടെക് കളിപ്പാട്ട നിർമ്മാണ കമ്പനിയിലെ ജോലിക്കാരിയായ ജമ എന്ന യുവതിയെയാണ്. ഈ ഒരു സമയത്ത് ജമ കൃത്രിമ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന റോബോട്ട് പാവയായ മേഘനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കമ്പനിയുടെ ലാബിൽ രഹസ്യമായിട്ടായിരുന്നു ജമ ഈ ഒരു പരീക്ഷണം നടത്തിയിരുന്നത്. ഈ ഒരു സമയത്താണ് ജമയുടെ ബോസായ ഡേവിഡ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ ഒരു പരീക്ഷണം കണ്ട് ഡേവിഡ് രോഷാകുലനായി. മറ്റു കമ്പനികളെ പോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കണമെന്ന് അയാൾ അഭിപ്രായപ്പെട്ടു. കാരണം മേഘനെ മറ്റു കളിപ്പാട്ടങ്ങളെ അപേക്ഷിച്ച് നിർമ്മാണ ചിലവ് കൂടുതലാണ്. ഒരു വിധത്തിൽ അയാളെ പറഞ്ഞു കൺവിൻസ് ചെയ്യിപ്പിച്ച് ജമ മേഘൻ്റെ പ്രവർത്തനം ഡേവിഡിനു കാണിച്ചു കൊടുക്കുകയാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് പ്രോഗ്രാമിംഗ് പൂർത്തിയായിട്ടില്ലാതിരുന്നിരുന്ന മേഘൻ കംപ്ലൈൻ്റ് ആവുകയാണ്. അതോടെ രോക്ഷത്തോടെ ഡേവിഡ് ഈ ഒരു പരീക്ഷണം നിർത്തിവെക്കാനായി ജമയോട് ആവശ്യപ്പെട്ടു. ഈ ഒരു സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്നും ജമയ്ക്ക് കോൾ വരുന്നത്. കാടിയുടെ രക്ഷിതാക്കളുടെ മരണത്തോടെ ഹോസ്പിറ്റൽ അധികൃതർ അവളുടെ ഉത്തരവാദിത്തം കാടിയുടെ അമ്മായിയായിരുന്ന ജമയെ ഏൽപ്പിച്ചു. പിന്നീട് ജമ കാടിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പതിവ് പോലെ തന്നെയെന്നും ജമയുടെ അയൽക്കാരിയുടെ നായ മതിലിലെ വിടവിലൂടെ അവരുടെ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നിരുന്നു. ഈ ഒരു സംഭവം മൂലം ഇരുവരും തമ്മിലുള്ള വഴക്ക് പതിവായിരുന്നു. തൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റമായ AI ഉപയോഗിച്ചായിരുന്നു ജമ വീട്ടിലെ ലൈറ്റും ഫാനുമെല്ലാം നിയന്ത്രിച്ചിരുന്നത്. മേഘനെക്കുറിച്ച് ആശങ്കാകുലയായിരുന്ന ജമയ്ക്ക് എത്രയും വേഗം ജോലിക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. ആ ദിവസങ്ങളിൽ കാടിയുടെ മനോനില പരിശോധിക്കാനായി ഗവൺമെൻറ് അയച്ചിരുന്ന തെറാപ്പിസ്റ്റായ ലിഡിയ ജമയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ജമ കാടിയെ ശരിയായ രീതിയിൽ നോക്കുന്നില്ലെന്നുള്ള തോന്നൽ ലിഡിയക്കുണ്ടാവുകയും അവളിക്കാര്യം ജമയോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ രാത്രിയിൽ ജമയൊരുക്കിയിരുന്ന വീട്ടിലെ അവരുടെ പരീക്ഷണശാലയിലേക്ക് കാടി എത്തി. താൻ വരച്ചിരുന്ന കുറച്ചു ചിത്രങ്ങളുമായിട്ടായിരുന്നു കാടി അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. ജമ വളരെ സ്നേഹത്തോടെ അവളോട് സംസാരിച്ചു. ഈ ഒരു സമയത്താണ് ജമ പഠനകാലത്ത് നിർമ്മിച്ചിരുന്ന ബ്രൂസ് എന്ന റോബോട്ടിനെ കാടി കാണാനിടയാവുന്നത്. കൈകളിൽ ഒരു പ്രത്യേക തരം ഗ്ലൗസ് ഇട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു ജമ ആ റോബോട്ടിനെ രൂപകൽപ്പന ചെയ്തിരുന്നത്. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ സാധിക്കില്ലെന്നും ഇത് നിർമ്മിക്കാൻ ഒരുപാട് പണം ചെലവാകുമെന്നും ജമ കാടിയോട് പറഞ്ഞു. ഇത് കേട്ട് കാടി പറയുകയാണ്, എത്ര വിലയായാലും ഇങ്ങനെയൊരു പാവ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് മറ്റു കളിപ്പാട്ടങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അവളുടെ മറുപടി കേട്ടതോടെ താൻ മേഘനെ മികവുറ്റ രീതിയിൽ നിർമ്മിച്ചാൽ എത്ര വിലയായാലും ആളുകൾ വാങ്ങുമെന്ന് ജമ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ജമ തൻ്റെ സഹപ്രവർത്തകരായ ടെസ്സിനെയും കോളിനെയും കൂട്ടി മേഘൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ്. പിന്നീട് ജമ കാടിയെയും മേഘനെയും പെയറാക്കുകയും മേഘൻ്റെ പ്രവർത്തനം ഡേവിഡിനെ കാണിക്കുകയുമാണ്. സ്വന്തം രക്ഷിതാവിനെ പോലെ കുട്ടികളോട് പെരുമാറിയിരുന്ന മേഘനെ കണ്ട് ഡേവിഡിനും അതിശയമായി. അതോടെ ഈ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ടേക്ക് പോകാനും നമുക്ക് ഈ പ്രൊജക്റ്റ് എത്രയും വേഗം പബ്ലിഷ് ചെയ്യണമെന്നും ഡേവിഡ് ജമയോട് പറയുകയാണ്. അങ്ങനെ പരീക്ഷണാർത്ഥം മേഘനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒരു രക്ഷിതാവെന്ന പോലെ കാടിയെ പരിപാലിച്ച മേഘൻ ഒരുപാട് നല്ല ശീലങ്ങൾ അവളിൽ വളർത്തിയെടുത്തു. രാത്രിയിൽ കാടി ഉറങ്ങുന്ന സമയത്ത് മേഘൻ അവൾക്ക് കാവലിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ജമയും സഹപ്രവർത്തകരും മേഘനെ കൂടുതൽ മികവുറ്റതാക്കാൻ അവളിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാടിക്ക് മേഘനോടുള്ള അമിതമായ വൈകാരിക അടുപ്പം കണ്ട് ടെസ്സും കോളും
തങ്ങളുടെ ആശങ്ക ജമയുമായി പങ്കുവച്ചിരുന്നു. എന്നാൽ അക്കാര്യങ്ങളെയൊന്നും ജമ അത്ര കാര്യമായി എടുത്തിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു നാൾ കാടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഒരു അമ്പ് മതിലിൻ്റെ വിടവിലൂടെ അപ്പുറത്തെ പറമ്പിലേക്ക് വീഴുകയാണ്. അതെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ അയൽക്കാരിയുടെ നായ മേഘനെയും പിന്നാലെ വന്ന കാടിയെയും കടിച്ചു. കാടിയുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ജമ അയൽക്കാരിയെ വഴക്കു പറയുകയും അവരുടെ പേരിൽ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം വീക്ഷിച്ചിരുന്ന മേഘൻ ആ നായ തങ്ങൾക്കൊരു ശല്യമാണെന്ന് മനസ്സിലാക്കി. അന്നു രാത്രിയിൽ മേഘൻ ആരും അറിയാതെ അയൽക്കാരിയുടെ ശബ്ദത്തിൽ ആ നായയെ തൻ്റെ പക്കലേക്ക് വിളിക്കുകയും അതിനെ കൊന്നുകളയുകയും ചെയ്തു. പിന്നീട് ജമയുടെ ബോസായ ഡേവിഡ് മേഘനെ തൻ്റെ കമ്പനി മേധാവികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. ഏവർക്കും കുട്ടികളോട് വൈകാരിക അടുപ്പം കാണിക്കുന്ന മേഘൻ എന്ന ഭാവിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എമ്മയുടെ ആ പ്രൊജക്റ്റ് അപ്രൂവ് ആവുകയും അവൾക്ക് പ്രദർശനാനുമതി ലഭിക്കുകയുമാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ആരും അറിയാതെ ബോസിൻ്റെ സഹായി മേഘൻ്റെ പ്രോഗ്രാം കോഡുകളെല്ലാം കോപ്പി ചെയ്തിരുന്നു. പിന്നീട് അങ്ങോട്ട് മേഘനോട് കാടിക്കുള്ള അമിതമായ അടുപ്പം ജമയെയും അലോസരപ്പെടുത്തുകയാണ്. ഈ അടുപ്പം അപകടമാണെന്ന് കാടിയുടെ തെറാപ്പിസ്റ്റായ ലഡിയയും ജമയോട് പറഞ്ഞിരുന്നു. അങ്ങനെ ജമ ലഡിയയെ ഒരു പ്ലേ സ്കൂളിൽ കൊണ്ടാക്കുകയാണ്. കാടി മറ്റു കുട്ടികളോടൊപ്പം കളിക്കുന്ന സമയത്ത് കുട്ടികളുടെ പാവകൾ വയ്ക്കുന്ന സ്ഥലത്താണ് അവർ മേഘനെ വെച്ചിരുന്നത്. നിശ്ചലയായിരുന്നെങ്കിലും മേഘൻ ചുറ്റുപാടും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കളിക്കുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്നൊരു വികൃതി പയ്യൻ കാടിയെ ഉപദ്രവിച്ചു. ഇത് കണ്ട് മേഘൻ അങ്ങോട്ടേക്കെത്തി. അതോടെ ആ വികൃതി പയ്യൻ മേഘനെ എടുത്ത് അവിടെ നിന്നും ഓടി അതിനെ ഉപദ്രവിക്കുകയാണ്. ക്ഷുഭിതയായ മേഘൻ ആ കുട്ടിയുടെ ഒരു ചെവി പിഴുതെടുത്ത് താഴേക്കെറിഞ്ഞു. അങ്ങനെ ഭയന്ന് വിറച്ചോടിയ ആ കുട്ടിയെ കൊലവെറിയോടെ മേഘൻ പിന്തുടരുകയാണ്. ഭീതിയോടെയുള്ള ഓട്ടത്തിനിടെ ആ കുട്ടി താഴേക്ക് വീണ് കാറിടിച്ച് ദാരുണമായി കൊല്ലപ്പെട്ടു. പോലീസെത്തി അവിടെ ഉണ്ടായിരുന്നവരെ മുഴുവൻ ചോദ്യം ചെയ്തെങ്കിലും അതൊരു അപകട മരണമാണെന്നായിരുന്നു ആദ്യം അവർ കരുതിയിരുന്നത്. പിന്നീട് തൻ്റെ നായയെ കാണുന്നില്ലെന്നുള്ള അയൽക്കാരിയുടെ പരാതിയിൽ പോലീസ് ജമയുടെ വീട്ടിലേക്കെത്തി. തനിക്കൊന്നും അറിയില്ലെന്ന് ജമ പറഞ്ഞതോടെ അയൽക്കാരി ജമയെ ഒരുപാട് ചീത്ത വിളിച്ചു. ഈ ഒരു സംഭവം മേഘനെ തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആ രാത്രിയിൽ കാടിയെ പാട്ടുപാടി ഉറക്കിയതിനു ശേഷം മേഘൻ അയൽക്കാരിയുടെ പക്കലേക്ക് ചെന്നു. നായയുടെ ശബ്ദത്തിൽ കുറച്ചുകൊണ്ട് തന്ത്രപരമായി മേഘൻ അയൽക്കാരിയെ അവരുടെ ടൂൾ ഹൗസിനകത്തേക്ക് കയറ്റി. ഞാൻ നിന്റെ നായയെ കൊന്നുവെന്നും പറഞ്ഞുകൊണ്ട് അതിക്രൂരമായി ആക്രമിച്ച മേഘൻ ആ സ്ത്രീയെ കൊലപ്പെടുത്തി. പിറ്റേന്ന് പോലീസ് എത്തി അന്വേഷിക്കുമ്പോഴാണ് ഈ ഒരു ദാരുണമായ സംഭവത്തെപ്പറ്റി ജമയറിയുന്നത്. ഈ ഒരു സമയത്ത് കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് തങ്ങൾക്ക് സംശയമുണ്ടെന്നും കുട്ടിയുടെ പിഴുതുമാറ്റിയ ചെവി തങ്ങൾക്ക് കിട്ടിയെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ജമയെ അറിയിച്ചിരുന്നു. അതോടുകൂടി ജമയുടെ സംശയങ്ങൾ മേഘനിലേക്ക് നീളുകയാണ്. അങ്ങനെ ആ രാത്രിയിൽ ജമ മേഘനെ നിരീക്ഷിച്ചു. മേഘൻ ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കി ജമ അവളുടെ സെർവറിലെ വീഡിയോകൾ പരിശോധിക്കുകയാണ്. ഈ ഒരു സമയത്താണ് അതിലെ ചില വീഡിയോ ഫയലുകൾ മേഘൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത ജമ ഭീതിയോടെ മനസ്സിലാക്കുന്നത്. ഈ ഒരു സമയത്ത് ജമയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിരുന്ന മേഘൻ അവളുടെ പക്കലേക്ക് എത്തിയിരുന്നു. അപകടം മനസ്സിലാക്കിയ ജമ സൂത്രത്തിൽ മേഘൻ്റെ ശ്രദ്ധ തിരിച്ച് അവളെ ഓഫാക്കി. ശേഷം ജമ മേഘനെ പൊതിഞ്ഞ് തകരാർ പരിഹരിക്കാനായി അതിനെ കമ്പനിയിലുള്ള ലാബിലേക്ക് കൊണ്ടുപോവുകയാണ്. ശേഷം മൂവരും ചേർന്ന് മേഘനിലെ തകരാർ പരിഹരിക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയമായപ്പോഴേക്കും മേഘനെ ലോഞ്ച് ചെയ്യുന്ന വിവരം ഡേവിഡ് മാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിച്ചിരുന്നു. അങ്ങനെ മേഘനെ പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മേഘനെ തന്നിൽ നിന്നും അകറ്റിയതിൽ പ്രകോപിതയായി കാടി ജമയുടെ കരണത്തടിച്ചു. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ചെയ്തു പോയ ആ ഒരു തെറ്റിൻ്റെ പേരിൽ കാടി പിന്നീട് ജമയോട് മാപ്പ് ചോദിച്ചു. മേഘൻ്റെ ലോഞ്ചിനായുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ മേഘൻ അപകടകാരിയാണെന്ന് മനസ്സിലാക്കിയ ജമ തൻ്റെ സഹപ്രവർത്തകയായ ടെസ്സിനെ വിളിച്ച് എത്രയും വേഗം മേഘനെ നശിപ്പിക്കാനായി പറയുകയാണ്. പക്ഷേ ആ കോൾ എടുത്തിരുന്നത് ടെസ്സായിരുന്നില്ല, അത് മേഘനായിരുന്നു. ജമയുടെ സംസാരത്തിൽ നിന്നും
തന്നെ ഇവരില്ലാതാക്കാൻ പോവുകയാണെന്ന് മേഗൻ മനസ്സിലാക്കി. ഈ ഒരു സമയത്ത് തൻ്റെ മൊബൈലിലേക്ക് വന്നിരുന്ന ആ ഒരു കോൾ ടെസ് കാണാനിടയായി. സംശയം തോന്നിയ ടെസ് മേഗൻ്റെ കമാൻഡുകൾ പരിശോധിച്ചു. അതിൽ നിന്നും ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നത് മേഗനാണെന്ന് ടെസ് മനസ്സിലാക്കി. അപകടം മനസ്സിലാക്കിയ അവർ മേഗനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മേഗൻ കോളിനെ ആക്രമിച്ചു. ഇത് കണ്ട് ടെസ് കോളിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ സ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ട് മേഗൻ ലാബിൽ നിന്നും പുറത്തു കടന്നു. പിന്നീട് ഡാൻസ് കളിച്ചുകൊണ്ട് മേഗൻ ഡേവിഡിൻ്റെ പക്കലേക്കെത്തി. സംഭവം പന്തിയില്ലെന്ന് മനസ്സിലാക്കി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഡേവിഡിനെ മേഗൻ കുത്തിക്കൊലപ്പെടുത്തി. എലിവേറ്ററിൽ ഉണ്ടായിരുന്ന അയാളുടെ അസിസ്റ്റൻറ്റിൻ്റെ മുൻപിൽ വെച്ചായിരുന്നു മേഗൻ ഈ ഒരു കൃത്യം ചെയ്തിരുന്നത്. പിന്നീട് ഡേവിഡിനെ കൊന്ന് അവൻ്റെ അസിസ്റ്റൻ്റ് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായി മേഗൻ ഡേവിഡിൻ്റെ അസിസ്റ്റൻറ്റിനെയും നിഷ്കരണം കൊലപ്പെടുത്തി. മേഗൻ്റെ ലോഞ്ചിങ് പ്രോഗ്രാം കാണാനെത്തിയിരുന്ന ജനങ്ങൾ ഡേവിഡിൻ്റെയും സഹായിയുടെയും മൃതദേഹങ്ങൾ കണ്ട് ഭീതിയോടെ ചിത്രയോടി. പിന്നീട് മേഗൻ പുറത്ത് കിടന്നിരുന്നൊരു കാർ മോഷ്ടിച്ച് ജമയുടെ വീട്ടിലേക്ക് പായുകയാണ്. തൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്ന മേഗനെ കണ്ട് ജമ ഞെട്ടിത്തിരിച്ചു. ജമ സൂത്രത്തിൽ മേഗനെ ഓഫാക്കാനായി ശ്രമിച്ചെങ്കിലും മേഗൻ ജമയെ ആക്രമിക്കുകയാണ്. കാടിയുടെ കൂടെ അവിടെ ജീവിക്കാനായി മേഗൻ ജമയെ കൊല്ലാനൊരുങ്ങി. അതോടെ ഇരുവരും തമ്മിൽ ശക്തമായൊരു സംഘട്ടനം അവിടെ അരങ്ങേറുകയാണ്. പക്ഷേ മേഗൻ നിഷ്പ്രയാസം തന്നെ ജമയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവളെ കൊല്ലാനൊരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ശബ്ദം കേട്ട് കാടി വീടിനുള്ളിലെ ജമയുടെ ആ ഒരു ലാബിലേക്ക് എത്തിയിരുന്നു. കാടി അവിടെ ഉണ്ടായിരുന്ന ബ്രൂസ് എന്ന റോബോട്ടിനെ നിയന്ത്രിച്ച് മേഗനെ രണ്ടായി പിഴുതെറിഞ്ഞു. പക്ഷേ അല്പസമയത്തിനകം തന്നെ പിഴുതെറിഞ്ഞിരുന്ന മേഗൻ്റെ പകുതി ഭാഗം അവരെ ആക്രമിക്കാനായി എത്തി. ഉടൻ തന്നെ കാടി ബ്രൂസിനെ പ്രവർത്തിപ്പിക്കാനൊരുങ്ങിയെങ്കിൽ പിഴുതെറിയപ്പെട്ടിരുന്ന മേഗൻ്റെ കാലിൽ ചവിട്ടി ബ്രൂസ് താഴേക്ക് വീണു. ദേഷ്യത്തോടെ കാടിയെ കൊലപ്പെടുത്താനായി ശ്രമിച്ച മേഗനെ ജമ അടിച്ചു തെറിപ്പിച്ചു. പിന്നീട് ജമ മേഗൻ്റെ മുഖാവരണം അഴിച്ച് അതിലെ പ്രോസസ്സിംഗ് ചിപ്പ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ മേഗൻ വീണ്ടും ജമയെ ആക്രമിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് കാടി അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് മേഗൻ്റെ പ്രോസസ്സിംഗ് ചിപ്പിലേക്ക് ആഞ്ഞുകുത്തി. അതോടുകൂടി നിശ്ചലയായി മേഗൻ താഴേക്ക് വീണു. ഈ ഒരു സമയത്താണ് പോലീസിനെയും കൂട്ടി ജമയുടെ സഹപ്രവർത്തകരായ ടെസ്സും കോളും അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ജമയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണം ഇരുവരെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് നിയന്ത്രിച്ചിരുന്നത് അവരില്ലാതാക്കിയെന്ന് കരുതിയിരുന്ന മേഗൻ എന്ന റോബോട്ടിൻ്റെ സോഫ്റ്റ്വെയർ ആയിരുന്നു. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.